എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. കൃഷ്ണമന്ദിയുടെ ഭാഗവത പഠന ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ക്ലാസ് എടുക്കുന്നത് ഭാഗവതാചാര്യൻ ഡോക്ടർ PV വിശ്വനാഥൻ നമ്പൂതിരി സാറാണ്. സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നലത്തെ ക്ലാസ്സില് ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 11-ാം അധ്യായത്തിലെ 30-ാമത്തെ ശ്ലോകം വരെ, അതായത് 10-ാമത്തെ അധ്യായം കഴിഞ്ഞു. 11 തുടങ്ങാണ്. സാറിനെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം സാർ. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. വ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈവായനോ വിരഹകാതരയാ ജുഹാവ പുത്രേതി തന്മയതയാതരവോഭിനേദുസ്തം ഭൂതഹൃദയം മുനിവാദോസ്മി. സമാദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 11-ാം അധ്യായം ആരംഭിക്കുന്നു. ഇന്നലെ 10-ാം അധ്യായമാണ് തീർത്തത്. മൈത്രേയ വാച, മൈത്രേയൻ പറയുന്നു: നിശമ്യഗതതാമേവം ക്ഷീണം ധനുഷി ധ്രുവാം സന്തഥേസ്ത്രമുപസ്പൃശ്യ എന്നാരായണ നിർമ്മിതം. നിശമ്യ ഗതതാം ഏവം ഋഷീണാം. ഏവം ഋഷീണാം ഗതതാം നിശമ്യ. ഇങ്ങനെ ഋഷിമാർ പറഞ്ഞത് കേട്ടിട്ട്, ഗതതാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഋഷീണാം ഗതതാം ഋഷിമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകൾ നിശമ്യ കേട്ടിട്ട്, ധ്രുവൻ ധനുഷി വില്ലിൽ, സന്തഥേ തൊടുത്തു, അസ്ത്രം വില്ലിൽ അമ്പു തൊടുത്തു, ഉപസ്പൃശ്യ ജലം തൊട്ട് ആചമിച്ചിട്ട്, യത് നാരായണ നിർമ്മിതം അസ്ത്രം സന്തഥേ. നാരായണ നിർമ്മിതമായ നാരായണാസ്ത്രത്തെ ശുദ്ധി വരുത്തി ആചമിച്ചിട്ട് മന്ത്രജപത്തോടെ ആ അസ്ത്രം വില്ലിൽ തൊടുത്തു. ഇത് ഋഷിമാരാണ് പറഞ്ഞത്. നിശമ്യഗതതാമേവം ഋഷീണം ധനുഷി ധ്രുവാം സന്തഥേസ്ത്രമുപസ്പൃശ്യ എന്നാരായണ നിർമ്മിതം. ഏവം ഗതതാം ഋഷീണാം നിശമ്യ ധ്രുവഃ ഉപസ്പൃശ്യ നാരായണ നിർമ്മിതം അസ്ത്രം ധനുഷി സന്തഥേ. നിശമ്യഗതതാമേവം ക്ഷീണം ധനുഷി ധ്രുവാം സന്തഥേസ്ത്രമുപസ്പൃശ്യ എന്നാരായണ നിർമ്മിതം. നിശമ്യഗതതാമേവം ഋഷീണാം ധനുഷി ധ്രുവാം സന്തഥേസ്ത്രമുപസ്പൃശ്യ എന്നാരായണ നിർമ്മിതം. പന്ഥീയമാന ഏതസ്മിൻ മായാഗുഹ്യക നിർമ്മിത ക്ഷിപ്രം വിനേഷും വിദുരക്ലേശ ജ്ഞാനോദയേ യഥാം. സന്ധീയമാനഃ ഏതസ്മിൻ ഇതിൽ, ഈ അസ്ത്രത്തിൽ, സന്ധീയമാനഃ തൊടുത്തപ്പോൾ, ഈ അസ്ത്രം തൊടുത്തപ്പോൾ, ഗുഹ്യക നിർമ്മിതാഹ മായാഹ യക്ഷന്മാരാൽ നിർമ്മിച്ചു പറഞ്ഞയച്ച മായകൾ ക്ഷിപ്രം വിനീശു പെട്ടെന്ന് നശിച്ചു. ക്ഷിപ്രം പെട്ടെന്ന്, വിനീശു നശിച്ചു. വിദുര സംബോധനയാണ്. ഹേ വിദുര, ഇങ്ങനെ ഋഷിമാർ പറഞ്ഞതനുസരിച്ച് നാരായണാസ്ത്രം മന്ത്രപൂർവകമായി വില്ലിൽ തൊടുത്തപ്പോൾ ഗുഹ്യന്മാർ സൃഷ്ടിച്ചു വിട്ട ആ മായാപ്രയോഗങ്ങൾ മുഴുവനും വളരെ വേഗം നശിച്ചുപോയി. ക്ലേശാഹ ജ്ഞാനോദയേ യഥ. നല്ലൊരു ഉപമ കൊടുത്താണ്. അറിവുണ്ടാകുമ്പോൾ ക്ലേശമൊക്കെ മറന്നു പോകുന്നവരെ, അത്രേ ഉള്ളൂ. ജ്ഞാനോദയേ ക്ലേശാഹ യഥ.
അപ്പൊ ക്ലേശങ്ങളൊക്കെ ജ്ഞാനം ഉണ്ടാകുന്നവരെ മാത്രമേ ഉള്ളൂ. ജ്ഞാനം ഉണ്ടായ പിന്നെ ക്ലേശമേ ഇല്ല. ജ്ഞാനോദയത്തിൽ ക്ലേശങ്ങൾ നശിക്കുന്നത് പോലെ നാരായണ നിർമ്മിതമായ അസ്ത്രം വില്ലിൽ തൊടുത്ത് പ്രയോഗിച്ചപ്പോൾ ഗുഹികന്മാരുടെ യക്ഷന്മാരുടെ മായാപ്രയോഗങ്ങളൊക്കെ ഓടി ഒളിച്ചു. ബന്ധീയമാന ഏതസ്മിന്മായ ഗുഹ്യകനിർമ്മിതാഃ ക്ഷിപ്രം വിനീശുർവിദുര ക്ലേശാജ്ഞാനോദയേഥാം. ഏതസ്മിൻ സന്ധീയമാനേ ഗുഹ്യനിർമ്മിതാഃ മായാഃ ഹേ വിദുര ജ്ഞാനോദയേ ക്ലേശഃ ഇവ ക്ഷിപ്രം വിനീഷു. സന്ധീയമാനേതസ്മിന്മായ ഗുഹ്യകനിർമ്മിതാഃ ക്ഷിപ്രം വിനീശുർവിദുര ക്ലേശാജ്ഞാനോദയേഥാം. സന്ധീയമാനേതസ്മിന്മായ ഗുഹ്യകനിർമ്മിതാഃ ക്ഷിപ്രം വിനീശുർവിദുര ക്ലേശാജ്ഞാനോദയേഥാം. തസ്യാർഷാസ്ത്രം ധനുഷി പ്രയുഞ്ജതഃ സുവർണപുംഖകളഹംസവാസവഃ വിനിസൃതാം ആവിവിശുദ്ബലം യഥാവനം ഭീമരവാ ശിഖണ്ഡിനം. തസ്യ ആർഷ അസ്ത്രം, ആ ധ്രുവന്റെ ആർഷമായ ഋഷിനിർമ്മിതമായ അസ്ത്രത്തെ ധനുഷി പ്രയുഞ്ജത വില്ലിൽ പ്രയോഗിച്ചപ്പോൾ സുവർണ പുംഖ, ആ അസ്ത്രത്തിന്റെ പിടി, പുംഖം അതിന്റെ പിടി, അത് സുവർണമാണ്. കളഹംസ വാസസ, സ്വർണപ്പിടികളുണ്ട്. ഹംസങ്ങളുടെ തൂവലോട് കൂടിയതാണ്. വില്ലിന്റെ കടക്കൽ, അഗ്രത്തിലല്ല, വില്ല് പിടിക്കുമ്പോൾ 2 വിരൽ ചേർത്തിട്ടാണ് വില്ല് പിടിക്കുന്നത്. അതിന് 2 വശത്തേക്കും അതിന് അല്പം നീണ്ടിരിക്കുന്ന ചിറക് പോലൊരു സാധനമുണ്ട്. അതിൽ കൈ തട്ടി വേദനിക്കാതിരിക്കാൻ സോഫ്റ്റായ പക്ഷികളുടെ ചിറകുകൾ അതിൽ വെച്ച് ഒട്ടിച്ചു വെക്കാറ്. അതിന്റെ പിടി സ്വർണമാക്കുകയും ചെയ്യും. കളഹംസ വാസസഹ, വാസസ വസ്ത്രം തോല്, കളഹംസത്തിന്റെ തൂവലുകൾ വെച്ചതും സുവർണപുംഖങ്ങളുമായ ആർഷ അസ്ത്രം വില്ലിൽ പ്രയോഗിച്ചപ്പോൾ വിനിസൃതാം ആവിവിഷു ദുഷദ്ബലം. ദുഷദ്ബലം, ശത്രുസൈന്യങ്ങളുടെ ബലം. വിനിസൃതാഹ, പുറപ്പെട്ടു വന്ന ശരാഹ, ശരങ്ങൾ. യഥാവനം ഭീമരവാഹ ശിഖണ്ഡിന, എപ്രകാരമാണോ ഭയങ്കരമായ ശബ്ദത്തോടു കൂടിയ ശിഖണ്ഡിന മയിലുകൾ, ശിഖണ്ഡി മയിൽ വനത്തിൽ പ്രവേശിക്കുന്നത് പോലെ കേക എന്ന ശബ്ദമുണ്ടാക്കിക്കൊണ്ട് മയിലുകൾ കാട്ടിന്റെ ഉള്ളിലേക്ക് കടന്നു പോകുന്നത് പോലെ ശത്രുസൈന്യങ്ങളുടെ നേരെ ധ്രുവൻ പാഞ്ഞടുത്തു എന്ന് കാണിച്ചതാണ്. തസ്യ ആർഷാസ്ത്രം ധനുഷി പ്രയുഞ്ജതഃ സുവർണപുംഖാഃ കളഹംസവാസസഃ വിനിസൃതാഃ, അതിനും പുറപ്പെട്ടതായ അമ്പുകൾ ആവിവിശുഹു, ആവേശിച്ചു, ദുഷദ്ബലം, ശത്രുസൈന്യത്തെ ആവേശിച്ചു. ഏതുപോലെ ഭീമമായ ശബ്ദത്തോടെ, ഭീമരവാഹ, ഭയങ്കരമായ ശബ്ദത്തോടെ ശിഖണ്ഡികൾ, മയിലുകൾ വനത്തിലേക്ക് ഓടിക്കയറുന്നത് പോലെ ശത്രുസൈന്യങ്ങൾ ഈ അമ്പിന്റെ ശബ്ദം കേട്ട് പേടിച്ച് പേടിച്ചിരിക്കുന്ന ശത്രുക്കളുടെ നടുക്കേക്ക് ഈ അമ്പ് പാഞ്ഞ് അടുത്തു തുടങ്ങി. തസ്യ ആർഷാസ്ത്രം ധനുഷി പ്രയുഞ്ജത സുവർണപുംഖ കളഹംസവാസസ വിനിസൃതാം ആവിവിശുദ്ബലം യഥാവനം ഭീമരവാ ശിഖണ്ഡിനാം. ആർഷാസ്ത്രം ധനുഷി പ്രയുഞ്ജതഃ തസ്യ സുവർണപുംഖാഃ കളഹംസവാസസഃ വിനിസൃതാഃ ദുഷദ്ബലം
ഭീമരവാഹ ശിഖണ്ഡിനഃ വനം യഥാ ആവിവിശു തസ്യാശാസ്ത്രം ധനുഷി പ്രയുഞ്ജത സുവർണപുംഖാക്കളഹംസവാസസാ വിനിസൃതാം ആവിവിശുദ്ദുഷദ്ബരം യഥാവനം ഭീമരവാശിഖണ്ഡിനാം തസ്യാശാസ്ത്രം ധനുഷി പ്രയുഞ്ജത സുവർണപുംഖാക്കളഹംസവാസസാ വിനിസൃതാം ആവിവിശുദ്ദുഷദ്ബരം യഥാവനം ഭീമരവാശിഖണ്ഡിനാം തൈസ്തിഗ്മധാരൈ പ്രധനേ ശിരീമുഖൈ ഇതസ്തത പുണ്യജനാ ഉപദ്രുതാം തമഭ്യധാവൻ കുപിതാ ഉദായുധാം സുവർണ സുപർണ സുപർണമുന്നത്തഭണാം ഇവാഹയാം തൈഹി തിഗ്മധാരേ. ആ അമ്പിന്റെ തിഗ്മമായ തീക്ഷ്ണമായ ധാരകൾ, അഗ്രം, പ്രധനെ യുദ്ധത്തിൽ, പ്രധനം യുദ്ധം, പ്രധനെ യുദ്ധത്തിൽ, ശിരീമുഖൈഹി അമ്പുകളാൽ, തിഗ്മധാരകളുള്ള അമ്പുകളാൽ, തീക്ഷ്ണമായ അഗ്രത്തോടു കൂടിയ അമ്പുകളാൽ, ഇതസ്തത അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ട്, നിജനാഹ യക്ഷന്മാർ, ഉപദ്രുതാഹ ഉപദ്രവിക്കും. അമ്പുകൾ കൊണ്ട് അവിടെ ഇവിടെയും ചിഹ്നിച്ചതരി ഓടിയ യക്ഷന്മാരെ ഉപദ്രവിച്ചു. തം അഭ്യധാവൻ കുപിതാഹ ഉദായുധാഹ, കോപിഷ്ഠരായ അവരെ ആയുധം ഉയർത്തിപ്പിടിച്ചുകൊണ്ടോടി. സുപർണം ഉന്നത്തഭണ ഇവാഹയ, ഉന്നത്തഭണാഹ അഹയഹ, ഫണങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഉന്നത്തഭണാഹ ഉയർത്തിപ്പിടിച്ച ഫണങ്ങളോട് കൂടിയ അഹേഹ സർപ്പങ്ങൾ, സുപർണം ഇവ ഗരുഡനെ എന്ന പോലെ. ഗരുഡനും സർപ്പങ്ങളും തമ്മിലുള്ള വിരോധവും ഗരുഡനെ പേടിച്ച് സർപ്പങ്ങൾ പാഞ്ഞു നടക്കുന്ന കഥയൊക്കെ പ്രസിദ്ധമാണ്. അതുകൊണ്ടാണ് കോപത്തോടുകൂടി ഫണങ്ങൾ ഉയർത്തിപ്പിടിച്ച സർപ്പങ്ങൾ ഗരുഡന്റെ നേർക്ക് പായുന്നത് പോലെ ഇവന്റെ നേർക്ക് ശത്രുക്കൾ ഓടിയെത്തി ആഞ്ഞണഞ്ഞു എന്നർത്ഥം. ശത്രുക്കൾ ഓടിയെത്തി. ഗരുഡന്റെ നേരെ പാമ്പ് ഓടിയിട്ട് എന്താ കഥ? ഒരു വിശേഷമില്ല. പക്ഷെ പാമ്പുകൾ തൻ്റെ ഫണങ്ങൾ ചീറ്റി തൻ്റെ കഴിവ് പ്രകടിപ്പിച്ചുകൊണ്ട് ഓടും. ഒരു ഫലവുമില്ല എന്ന് മാത്രം. അങ്ങനെ അസഖ്യമായ മൂർച്ചയുള്ള അമ്പേറ്റിട്ട് യുദ്ധസ്ഥലത്ത് പല ദിക്കുകളിലേക്കും ഓടിപ്പോയ ആ യക്ഷന്മാർ പിന്നെയും ഒന്നിച്ചേർന്ന് ആയുധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോപത്തോടെ ധ്രുവന്റെ നേരെ വന്നു. ഏതുപോലെ എന്നാൽ കോപത്തോടെ ഫണങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സർപ്പങ്ങൾ ഗരുഡന്റെ നേരെ വരുന്നത് പോലെ. തൈ സ്നിഗ്ധധാരേ പ്രധനേ ശിരീമുഖൈ ഇതസ്തത പുണ്യജനാ ഉപദ്രുതാ തമഭ്യധാവൻ കുപിതാ ഉദായുധാം സുവർണമുന്നത്തഭണാ ഇവാഹയാ തിഗ്മധാരൈഃ തൈഃ ശിരീമുഖൈഃ പ്രഥനെ ഇതസ്തതഃ ഉപദ്രുതാഃ പുണ്യജനാഃ കുപിതാഃ ഉദായുധാഃ ഉന്നത്തഭണാഃ അഹേഹ സുവർണം ഇവ തം അഭ്യധാവൻ. തൈസ്തിഗ്മധാരേ പ്രഥനെ ശിരീമുഖൈഃ ഇതസ്തത പുണ്യജനാ ഉപദ്രുതാഃ തമഭ്യധാവൻ കുപിതാ ഉദായുധാം സുവർണമുന്നത്തഭണാ ഇവാഹയാം. തൈസ്തിഗ്മധാരേ പ്രഥനെ ശിരീമുഖൈഃ ഇതസ്തത പുണ്യജനാ ഉപദ്രുതാ തമഭ്യധാവൻ കുപിതാ ഉദായുധാം സുവർണമുന്നത്തഭണാ ഇവാഹയാം. സതാൻ പ്രസക്തൈരഭിധാവതോ മൃധേ നികൃഷ്ടബാഹൂശിരോധരോദരാൻ
നിനായ ലോകം പരമർക്കമണ്ഡലം വ്രജന്തി നിർഭിദ്യ യമൂർധ്വരേതഫാം. അവൻ, ആ ധ്രുവൻ, താൻ അവരെ പ്രസക്തൈഹി, അമ്പുകളാൽ, പ്രസക്തം എന്ന് വെച്ചാൽ ബാണം, അമ്പ് എന്നർത്ഥം. പ്രസക്തൈഹി, അമ്പുകളാൽ, അഭിധാവതോ, ഓടുന്ന, മൃധേ, യുദ്ധത്തിൽ, മൃധേ അഭിധാവതോ, യുദ്ധത്തിൽ ഓടിപ്പോകുന്നവരായ അവർ. എന്തുകൊണ്ട്? അമ്പുകളാൽ. അമ്പുകൾ കണ്ടു ഭയന്ന്, അമ്പുകൾ നേരിട്ട് വരുന്ന അവരെ ബാണങ്ങൾ കൊണ്ട് നികൃത്ത ബാഹു ഊരു ശിരോധര ഉദരാൻ, നികൃത്തം മുറിച്ചു കളഞ്ഞ, മുറിപ്പെടുത്തിയ, ബാഹു കൈകൾ, ഊരു തുടകൾ, ശിരോധരം കഴുത്ത്, ഉദരം വയറ്. നികൃത്ത ബാഹൂരു ശിരോധരോദരാൻ, നികൃത്തങ്ങളായ, വ്രണപ്പെടുത്തിയ, മുറിവേറ്റ ബാഹുക്കള്, ഊരുക്കൾ, ശിരോധരങ്ങൾ, ഉദരങ്ങൾ. ബാഹുക്കൾ കയ്യുകൾ, ഊരുക്കൾ തുടകൾ, ശിരോധരങ്ങൾ കഴുത്തുകൾ, ഉദരങ്ങൾ വയറുകളെ. നികൃത്തബാഹൂരു ശിരോധരോദരാൻ. ഈ അമ്പുകൾ ചിലരുടെ കൈകൾ മുറിച്ചു, ചിലരുടെ തുടകൾ മുറിച്ചു, ചിലരുടെ കഴുത്തു മുറിച്ചു, ചിലരുടെ വയറ് മുറിച്ചു. എന്നിങ്ങനെ പലരെയും പല വിധത്തിൽ ഉപദ്രവിച്ചുകൊണ്ട് നിനായ ലോകം, ലോകത്തേക്ക് പോയി, പരം അർക്കമണ്ഡലം, സൂര്യമണ്ഡലത്തെ നിർഭിദ്യ, പിളർന്നിട്ട്, യം ഊർധ്വരേതഫഃ വ്രജന്തി, യാതൊരു സ്ഥാനത്തെയാണോ ഊർധ്വരേതസ്സുകളായി, രേതസ്സുകൾ മുകളിലേക്കാക്കിക്കൊണ്ട്, വ്രജന്തി, എത്തിച്ചേർന്നു, പ്രാപിക്കുന്നുവെന്നും. യുദ്ധത്തിൽ നേരിട്ട് വന്ന അവരുടെ അവയവങ്ങളൊക്കെ ബാണങ്ങൾ കൊണ്ട് മുറിച്ചിട്ട്, യോഗികൾ യോഗബലത്താൽ സൂര്യമണ്ഡലത്തെയും അതിക്രമിച്ച് ചെല്ലുന്ന ആ പരമോത്കൃഷ്ടമായ സ്ഥാനത്തെ പ്രാപിച്ചു, സ്വർഗത്തിലേക്ക് എത്തിയിരുന്നു. യുദ്ധത്തിൽ മരിക്കുന്നവരൊക്കെ, ശത്രുക്കളുടെ അമ്പേറ്റ് മരിക്കുന്നവരൊക്കെ വീരചരമം പ്രാപിച്ച് സ്വർഗത്തിലെത്തുന്ന. അതുകൊണ്ടാണ് അർക്കമണ്ഡലത്തെയും ഭേദിച്ച് അപ്പുറത്ത് കടന്നിട്ട് യാതൊരു പരമോത്കൃഷ്ടമായ സ്ഥാനത്തെയാണോ അവർ പ്രാപിച്ചത്, യോഗികൾ പ്രാപിക്കുന്നത്, അതേ സ്ഥലത്തേക്ക് ഇവരും എത്തിച്ചേരുകയെ. സ്വതാൻ പ്രസക്തൈരഭിധാവതോ മൃധേ നികൃത്തബാഹൂരു ശിരോധരോദരാൻ നിനായ ലോകം പരമർക്കമണ്ഡലം വ്രജന്തി നിർഭിദ്യ യമൂർധ്വരേതഫാം. യുദ്ധേ അഭിധാവതഃ താൻ പ്രസക്തൈഃ നികൃത്തബാഹൂരു ശിരോധരോദരാൻ പരം ലോകം നിനായ ഊർധ്വരേതഫഃ അർക്കമണ്ഡലം നിർഭിദ്യ യം വ്രജന്തി. താൻ പ്രസക്തൈരഭിധാവതോ മൃധേ നികൃത്തബാഹൂരു ശിരോധരോദരാൻ നിനായ ലോകം പരമർക്കമണ്ഡലം വ്രജന്തി നിർഭിദ്യ യമൂർധ്വരേതഫാം. താൻ പ്രസക്തൈരഭിധാവതോ മൃധേ നികൃത്തബാഹൂരു ശിരോധരോദരാൻ നിനായ ലോകം പരമർക്കമണ്ഡലം വ്രജന്തി നിർഭിദ്യ യമൂർധ്വരേതഫാം. താൻ ഹന്യമാനാനഭിവീക്ഷ്യ ഗുഹ്യകാൻ അനാഗഫശ്ചിത്രരഥേന ഭൂയഫാം
ഔത്താനപാതിം കൃപയാ പിതാമഹോ മനുർജഗാദോപഗത ഫഹർഷിഭി. താൻ അവരെ ഹന്യമാനാൻ, ഹനിക്കപ്പെടുന്നവരായ അവരെ അഭിവീക്ഷ്യ കണ്ടിട്ട് ഗുഹ്യകന്മാരെ. ഇവിടെ ധ്രുവന്റെ ആയുധം കൊണ്ട് ഗുഹ്യകന്മാർ ധാരാളം പേർ കൊല്ലപ്പെടുന്നു. അത് കണ്ടിട്ട് ഗുഹ്യകാൻ അനാഗഫന്മാർ, പാപം ഇല്ലാത്തവർ, പാപം ചെയ്യാത്തവർ, തെറ്റു ചെയ്യാത്തവർ, ചിത്രരഥേന കുയഫ, വിചിത്രമായ രഥത്തോടു കൂടിയ ഈ ധ്രുവന്റെ അമ്പുകൾ കൊണ്ട് കൊല്ലപ്പെടുന്നവരായ ഗുഹ്യകന്മാരെ കണ്ടിട്ട്, അവര് അനാഗഫന്മാരാണ്, ഇവരാരും ഒരു പാപവും ചെയ്തവരല്ല. കുയഫ, വീണ്ടും ഔത്താനപാതിം, ഉത്താനപാദന്റെ പുത്രനായ ധ്രുവനോട് കൃപയാ, കാരുണ്യത്തോടെ, പിതാമഹൻ തന്റെ കൊച്ചുമകനോട്, പിതാമഹനായ മനുഹു ജഗാദ ഉപഗത, ജഗാദ പറഞ്ഞു, ഉപഗത എത്തിച്ചേർത്തിട്ട്, ഋഷിഭി, മഹർഷിമാരോടൊപ്പം അവിടെ എത്തിച്ചേർന്ന വൈവസ്വതമനു, ഉത്താനപാദന്റെ പുത്രനായ ആ ധ്രുവൻ നിരപരാധികളായ യക്ഷന്മാരെ കൊന്നൊടുക്കുന്നത് കണ്ടിട്ട് ആ ധ്രുവനോട് ഇങ്ങനെ പറഞ്ഞു: താൻ ഹന്യമാനാനഭിവീക്ഷ്യ ഗുഹ്യകാൻ അനാഗഫശ്ചിത്രരഥേന ഭൂയഫ ഔത്താനപാതിം കൃപയാ പിതാമഹോ മനുർജഗാദോപഗത ഫഹർഷിഭീം. ചിത്രരഥേന ഭൂയഫ ഹന്യമാനാൻ അനാഗഫ ഗുഹ്യകാൻ അഭിവീക്ഷ്യ പിതാമഹ മനുഃ ഫഹർഷിഭിഃ ഉപഗതഃ കൃപയാ ഔത്താനപാതിം ജഗാദ. താൻ ഹന്യമാനാനഭിവീക്ഷ്യ ഗുഹ്യകാൻ അനാഗഫശ്ചിത്രരഥേന ഭൂയഫാം ഔത്താനപാതിം കൃപയാ പിതാമഹോ മനുർജഗാദോപഗത ഫഹർഷിഭീം. താൻ ഹന്യമാനാനഭിവീക്ഷ്യ ഗുഹ്യകാൻ അനാഗഫശ്ചിത്രരഥേന ഭൂയഫാം ഔത്താനപാതിം കൃപയാ പിതാമഹോ മനുർജഗാദോപഗത ഫഹർഷിഭീം. മനുരുവാച, മനു എന്താണ് ധ്രുവനോട് പറഞ്ഞത് എന്ന് പറയാം. അലം വത്സാതിരോഷേണ തമോദ്വാരേണ പാപ്മനാം ഏന പുണ്യജനാനേതാൻ അവധീസ്ത്വമനാഗഫാം. ഹേ വത്സ, അല്ലയോ കുഞ്ഞെ, അലം മതിയാക്കൂ, അതിരോഷേണ അതികോപം മതിയാക്കൂ, തമോദ്വാരേണ പാപ്മന തമസ് ഇവിടെ നരകമാണ്. തമോദ്വാരേണ നരകത്തിന്റെ ദ്വാരമായിരിക്കുന്ന പാപ്മന പാപം കൊണ്ട്, പാപ്മന പാപം കൊണ്ട്. പാപം ചെയ്യുന്നവർക്ക് നരകത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കും, അതിലെ പോവാ. അല്ലാത്തവർക്ക് ആ വാതിൽ തുറന്നു കൊടുക്കില്ല. അപ്പൊ തമോദ്വാരേണ നരകദ്വാരം കൊണ്ട് പാപ്മന പാപികളാൽ അത് തുറന്നു കൊടുക്കുന്നത് പോലെ ഏന യാതൊന്നിനാൽ പുണ്യജനാൻ ഏതാൻ അവധീഹിത്വം അനാഗഫ. പുണ്യജനാനേതാൻ അവധീസ്ത്വമനാഗഫാം. പുണ്യജനാൻ യക്ഷന്മാരുടെ മറ്റു പേരാണ്. ഗുഹ്യകന്മാർ, യക്ഷന്മാർ, പുണ്യജനങ്ങൾ, ഇതെല്ലാം അവരുടെ പര്യായങ്ങളാണ്.
പുണ്യജനാൻ ഏതാൻ ഇവരെ അവധീഹി വധിച്ചുവല്ലോ. ത്വം നീ അനാഗഫഃ പാപം ചെയ്യാത്തവരായ ഈ പുണ്യജനങ്ങളെ യക്ഷന്മാരെ നീ വധിക്കാൻ കാരണം നിന്റെ കോപമാകുന്ന പാപമാണ്. ആ പാപം കൊണ്ട് നീ എവിടേക്ക് എത്തുള്ളൂ? നരകത്തിലേക്ക് എത്തുള്ളൂ. നരകത്തിന്റെ വാതിൽ തുറന്നു കിട്ടും. അതുകൊണ്ട് ആ കോപത്തെ വിട്ടുകളയുക. നിരപരാധികളായ യക്ഷന്മാരെ വധിക്കരുത്. അലം വത്സാതിരോഷേണ തമോദ്വാരേണ പാപ്മനാം ഏന പുണ്യജനാനേതാൻ അവധീത്വമനാഗഫാം. ഹേ വത്സ, ഏനാം അനാഗഫഃ ഏതാൻ പുണ്യജനാൻ ത്വം അവധി പാപ്മന തമോദ്വാരേണ അതിരോഷേണ അലം. അലം വത്സാതിരോഷേണ തമോദ്വാരേണ പാപ്മനാം ഏന പുണ്യജനാനേതാൻ അവധീത്വമനാഗഫാം. അലം വത്സാതിരോഷേണ തമോദ്വാരേണ പാപ്മനാം ഏന പുണ്യജനാനേതാൻ അവധീസ്ത്വമനാഗഫാം. നാസ്മത്കുലോചിതം താതാം കർമ്മൈതത് സദ്വിഗർഹിതം വധോ യദുപദേവാനാം ആരബ്ധസ്തേ ഏകതൈനസാം. ന അസ്മത്കുലോചിതം താത. താത എന്ന് വെച്ചാൽ കുഞ്ഞേന്ന് വിളിക്കുകയാണ്, അച്ഛന്നല്ല. ഇവിടെ കുഞ്ഞെ എന്നർത്ഥം. ന അസ്മത്കുലോചിതം, നമ്മുടെ കുലത്തിന് ചേർന്നതല്ല ഈ പ്രവൃത്തി. അത് സദ്വിഗർഹിതം, സജ്ജനങ്ങളാൽ നിന്ദിക്കപ്പെടുന്നതാണ്. സത് വിഗർഹിതം, സദ്വിഗർഹിതം, സത്തുക്കളാൽ നിന്ദിക്കപ്പെടുന്നതാണ്. സജ്ജനങ്ങളാൽ നിന്ദിക്കപ്പെടുന്നതായ കർമ്മമാണ് നീ ഇപ്പോൾ ചെയ്തത്. ഇത് നമ്മുടെ കുലത്തിന് ചേർന്നതല്ല. ആത്മകുലോചിതം താത കർമ്മൈതത് സദ്വിഗർഹിതം വധോ യദുപദേവാനം. എന്താ നീ ചെയ്ത കർമ്മം? ഉപദേവന്മാരെ വധിക്കൽ. യക്ഷന്മാർ, ഗുഹ്യകന്മാർ, സിദ്ധന്മാർ ഇവരൊക്കെ ഉപദേവന്മാരാണ്. അവരെ വധിക്കൽ എന്നുള്ളത് നമ്മുടെ കുലത്തിന് ചേർന്ന കർമ്മമല്ല. സജ്ജനങ്ങൾ ഇതിനെ നിന്ദിക്കുള്ളൂ. വധോ യദുപദേവാനം ആരബ്ധസ്തേ കൃതൈനസാം. നീ ആരംഭിച്ചിരിക്കുന്നു. അവർ കൃതൈനസന്മാരാണ്. അവർ അകൃതൈനസന്മാരാണ്, പാപം ചെയ്യാത്തവരാണ്. ഏനഫ് പാപം, കൃതൈനഫ് പാപം ചെയ്തവർ, അകൃതൈനസാം പാപം ചെയ്യാത്തവരുടെ. നാസ്മത്കുലോചിതം താത കർമ്മൈതത് സദ്വിഗർഹിതം വധോ യദുപദേവാനാം ആരബ്ധസ്തേ കൃതൈനസാം. അകൃതൈനസാം ഉപദേവാനാം വധഃ തേ ആരബ്ധഃ യത് സദ്വിഗർഹിതം ഏതത് കർമ്മ അസ്മത്കുലോചിതം ന. ആസ്മത്കുലോചിതം താത കർമ്മൈതത് സദ്വിഗർഹിതം വധോ യദുപദേവാനാം ആരബ്ധസ്തേ കൃതൈനസാം. ആസ്മത്കുലോചിതം താത കർമ്മൈതത് സദ്വിഗർഹിതം വധോ യദുപദേവാനാം ആരബ്ധസ്തേ കൃതൈനസാം. നന്വേഗസ്യാപരാധേന പ്രസംഗാത് ബഹവോ ഹതാ ഭ്രാതുർവധാഭിതപ്തേന ത്വയംഗ ഭ്രാതൃവത്സലാം. നനു ഏകസ്യ അപരാധേന, ഒരാളുടെ തെറ്റുകൊണ്ട്, പ്രസംഗാത് സന്ദർഭവശാൽ, ബഹുഭൂഹതാഹ ഒത്തിരി പേര് കൊല്ലപ്പെടും. ഒരാൾ തെറ്റ് ചെയ്യുന്നു, അതിന്റെ ഫലം ഒത്തിരി പേര് അനുഭവിക്കുന്നു. ഭ്രാതുഹു വധ അഭിതപ്തേന, സഹോദരന്റെ വധം കൊണ്ട് ദുഃഖിച്ചിരിക്കുന്ന നീ ത്വയ അംഗ, ഹേ ഭ്രാതൃവത്സല, സഹോദരവാത്സല്യമുള്ളവനായ നീ, ഒരു യക്ഷൻ നിന്റെ സഹോദരനെ കൊന്നതിന് പകരം യക്ഷന്മാരെ എല്ലാം കൊന്നൊടുക്കുന്നത് ശരിയല്ല. അനാഗഫഃ എന്ന് കുറച്ചു മുമ്പ് 2-3 ശ്ലോകത്തിൽ പറഞ്ഞു. ഒരു പാപവും ചെയ്യാത്ത ഇവരെ കൊല്ലുന്നത് ശരിയല്ല.
അപ്പൊ ധ്രുവൻ ചോദിച്ചു, അവർ പാപം ചെയ്തതല്ലേ, എന്താ ചെയ്തേ? എന്റെ ജ്യേഷ്ഠനെ കൊന്നുകളഞ്ഞില്ലേ? അത് ഒരാളല്ലേ കൊന്നുകളഞ്ഞേ? ഏകഫ്യ അപരാധേന, ഒരാൾ തെറ്റ് ചെയ്തത് കൊണ്ട് ബഹൂഹത, ഒത്തിരി പേർ കൊല്ലപ്പെടുന്നു. അതുകൊണ്ട് നിന്റെ സഹോദര മരണത്തിന് കാരണഭൂതനായ ഒരാൾ, അതിന് സംശയമില്ല. അതുകൊണ്ട് നീ അനേകം പേരെ കൊല്ലുന്നു എന്നുള്ളത് ശരിയല്ല. ഒരാൾ തെറ്റ് ചെയ്താൽ അയാളെ ശിക്ഷിക്കണം, ശരിയാണ്. അതുകൊണ്ട് അനേകം പേരെ ശിക്ഷിക്കുന്നത് നിന്റെ പാപത്തെ വർദ്ധിപ്പിക്കത്തേ ഉള്ളൂ, നരകത്തിലേക്കുള്ള വഴി തുറന്നു തരികയുള്ളൂ. അതുകൊണ്ട് ഇവിടെ യുദ്ധം മതിയാക്കൂ, ഇനി ഇവരെ നിഗ്രഹിക്കരുത്. നന്വേകവ്യാപരാധേന പ്രസംഗത് ബഹവോഹതാം ഭ്രാതൃവധാഭിതപ്തേന ത്വയംഗ ഭ്രാതൃവത്സല. ഹേ ഭ്രാതൃവത്സല അംഗ, ഏകഫ്യ അപരാധേന പ്രസംഗാത് ഭ്രാതുഃ വധാഭിതപ്തേന ത്വയാ ബഹവഃ ഹതാഃ. നന്വേകഫ്യാപരാധേന പ്രസംഗത് ബഹവോ ഹതാം ഭ്രാതുർവധാഭിതപ്തേന ത്വയംഗ ഭ്രാതൃവത്സലാം. നന്വേകഫ്യാപരാധേന പ്രസംഗത് ബഹവോ ഹതാം ഭ്രാതുർവധാഭിതപ്തേന ത്വയംഗ ഭ്രാതൃവത്സലാം. നായം മാർഗോ ഹി സാധൂനാം ഹൃഷീകേശാനുവർത്തിനാം യദാത്മാനം പരാഗൃഹ്യ പശുവത് ഭൂതവൈശസം. നായം മാർഗോ ഹി സാധൂനാം, ഇത് സജ്ജനങ്ങളുടെ വഴിയല്ല. ഹൃഷീകേശ അനുവർത്തിനാം, ഭഗവാന്റെ ഭക്തന്മാരായ സജ്ജനങ്ങളുടെ വഴിയല്ലിത്. ഋഷികേശൻ ഭഗവാൻ, അനുവർത്തികൾ അനുസരിച്ച് ജീവിക്കുന്നവർ, ഭഗവത് ഭക്തന്മാർ എന്ന് പറയാം. ഋഷികേശ അനുവർത്തിനാം സാധൂനാം, അവർ സജ്ജനങ്ങളാണ്. അവർക്ക് അയം മാർഗോ നഹി, അവർക്ക് ഈ മാർഗം ശരിയല്ല. യത് ആത്മാനം പരാഗൃഹ്യ, എന്തെന്നാൽ ആത്മാവിനെ പരാഗൃഹ്യ, ആത്മാവിനെ ദേഹമെന്ന് ഗ്രഹിച്ചിട്ട്, ആത്മാവിനെ പരമാണെന്ന് ഗ്രഹിച്ചിട്ട്, ആത്മാവിനെ ദേഹമാണെന്നറിഞ്ഞിട്ട് പശുവത്ത്, മൃഗങ്ങളെ പോലെ ഭൂതവൈശഫം, പ്രാണിവധം, വൈശഫം വധം, ഭൂതവൈശഫം പ്രാണിവധം, പ്രാണികളെ കൊല്ലുന്നത്, പശുവത്, മൃഗത്തെ പോലെ സകല പ്രാണികളെയും കൊല്ലുന്നത് ഭഗവത് ഭക്തന്മാർ ആയ സാധുക്കൾക്ക് നല്ല വഴിയല്ലല്ലോ. നിരപരാധികളായ ആൾക്കാരെ കൊല്ലുന്നത് ശരിയല്ല. എന്നാൽ അപരാധികളാണെങ്കിൽ കൂടി അവരെ കൊല്ലുന്നത് ശരിയല്ല, ശിക്ഷിക്കാം. കാരണം ആത്മാവ് ഒന്നേ ഉള്ളൂ, അതിനെ ആർക്കും കൊല്ലാൻ പറ്റില്ല. ഒരാളും മറ്റൊരാളെ കൊല്ലാൻ പാടില്ല, ശിക്ഷിക്കാം. അതുകൊണ്ട് ആത്മാവെന്നുള്ള ഭാവം കൊണ്ടാണ് പ്രാണികളെ ഹിംസിക്കുന്നത്. ഈശ്വരപ്രഭാവത്തെ അറിയുന്ന സജ്ജനങ്ങളുടെ സമ്പ്രദായം അല്ല ഇത്. എല്ലാവരെയും അതാത് കർമ്മത്തിലേക്ക് വ്യാപരിപ്പിക്കാനുള്ള പ്രചോദനം ഭഗവാനിൽ നിന്നാണ് കിട്ടുന്നത്. അതുകൊണ്ട് ആരും, പ്രാണിവർഗങ്ങൾ ആരും സ്വതന്ത്രരല്ല, പരതന്ത്രരാണ്. അവരുടെ സ്വന്തം ഇച്ഛ അനുസരിച്ചല്ല പോകുന്നത്, ഈശ്വരേച്ഛ അനുസരിച്ച് അവർ കടന്നു പോവുക. നമ്മളൊക്കെ അങ്ങനെയാണ്. നമ്മളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യും, മറ്റൊന്ന് വരും, അത് സ്വീകരിക്കേണ്ടി വരും. ഈശ്വര ഇച്ഛയാണ് നമ്മെ നിയന്ത്രിച്ചു കൊണ്ടുപോകും. പേന വിചാരിക്കുന്നത് പേനയ്ക്ക് എഴുതാൻ പറ്റില്ലല്ലോ. ആരുടെ കയ്യിലാണോ പേന ഇരിക്കുന്നത് അയാളുടെ വിചാരത്തിനനുസരിച്ച് പേന പ്രവർത്തിച്ചേ പറ്റുള്ളൂ. അപ്പൊ പേന അയാളുടെ കയ്യിലൊരു ഉപകരണം മാത്രമാണ്. അതുകൊണ്ട്
അവരവരുടെ സ്വകർമ്മങ്ങൾ ചെയ്ത് അതിൻ്റെ ഫലം ഏവരും അനുഭവിക്കാൻ കാരണമാണ്. അതുകൊണ്ട് ഇത് മറ്റുള്ളവർക്കാണ് എന്ന് വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ശരീരം വേറെയാണ്, ആത്മാവ് വേറെയാണ് എന്ന് വിചാരിക്കുന്നത് അജ്ഞത കൊണ്ടാണ്, അറിവില്ലായ്മ കൊണ്ടാണ്. അതുകൊണ്ട് ഇവർ അപരാധികളാണെങ്കിൽ പോലും അവരെ കൊല്ലുന്നത് സജ്ജനങ്ങളുടെ വഴിയല്ല. ഭഗവാനെ അനുസരിച്ച് ജീവിക്കുന്ന അങ്ങയ്ക്ക് യുക്തമല്ല. നായം മാർഗോ ഹി സാധൂനാം ഹൃഷീകേശാനുവർത്തിനാം യഥാത്മാനം പരാഗൃഹ്യ പശുവത് ഭൂതവൈശഫം. ആത്മാനം പരാഗൃഹ്യ പശുവത് ഭൂതവൈശഫം യത് ഹൃഷീകേശാനുവർത്തിനാം സാധൂനാം മാർഗഃ അയന്ന. നായം മാർഗോ ഹി സാധൂനാം ഹൃഷീകേശാനുവർത്തിനാം യദാത്മാനം പരാഗൃഹ്യ പശുവത് ഭൂതവൈശഫം. നായം മാർഗോ ഹി സാധൂനാം ഹൃഷീകേശാനുവർത്തിനാം യദാത്മാനം പരാഗൃഹ്യ പശുവത് ഭൂതവൈശഫം. സർവഭൂതാത്മഭാവേന ഭൂതാവാസം ഹരിം ഭവാൻ ആരാധ്യാപദുരാരാധ്യം വിഷ്ണോസ്തത് പരമം പദം. സർവഭൂതാത്മഭാവേന, എല്ലാ ഭൂതങ്ങളിലും ആത്മഭാവത്തെ ദർശിച്ചുകൊണ്ട്, ഭൂതാവാസം ഹരിം, എല്ലാ ഭൂതങ്ങളിലും വസിക്കുന്ന ഹരിയെ ഭവാൻ അങ്ങ് ആരാധിച്ചിട്ട് പ്രാപിക്കും. ദുരാരാധ്യം വിഷ്ണോഹോത്തത് പരമം പദം. ആരാധിച്ച് എത്തിച്ചേരാൻ വിഷമമുള്ളതാണ്. ദുരാരാധ്യമായ വിഷ്ണോഹോ തത് പരമം പദം. വിഷ്ണുവിന്റെ പരമമായ പദത്തിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് എല്ലാ ഭൂതങ്ങളിലും ആത്മസ്വരൂപനായി വസിക്കുന്ന ഭഗവാൻ, ആ നിലയിൽ ഭഗവാനെ കണ്ടു പൂജിക്കാൻ സാധിച്ചാലും അത് എല്ലാവർക്കും സാധിക്കില്ല. നീ ആകട്ടെ ബാല്യത്തിൽ തന്നെ ഇത് സാധിച്ചെടുത്തു കഴിഞ്ഞാണ്. ഭഗവാന്റെ സ്വരൂപത്തെ നേരിട്ട് കണ്ടവനാണ് നീ. മഹർഷിമാർക്കൊക്കെ 1000 ആണ്ട് തപസ് ചെയ്താലും ഉള്ളിലൊരു മിന്നല് പോലെ ചിലപ്പോൾ വന്നു പോവുകയുള്ളൂ. നീ അതെല്ലാം നിന്റെ ബാഹ്യമായ കണ്ണുകൊണ്ട് പ്രത്യക്ഷമായി ഭഗവാനെ, വിഷ്ണുവിനെ കണ്ടതാണ്. അതുകൊണ്ട് വിഷ്ണുവിന്റെ സർവോത്കൃഷ്ടമായ ആ സ്ഥാനത്ത് നീ പ്രാപിക്കുകയില്ല. സർവഭൂതാത്മഭാവേന ഭൂതാവാസം ഹരിം ഭവാൻ ആരാധ്യാപദുരാരാധ്യം വിഷ്ണോസ്തത് പരമം പദം. ദുരാരാധ്യം ഭൂതാവാസം ഹരിം സർവഭൂതാത്മഭാവേന ആരാധ്യ വിഷ്ണു പരമം തത് പദം ഭവാൻ ആപ. സർവഭൂതാത്മഭാവേന ഭൂതാവാസം ഹരിം ഭവാൻ ആരാധ്യാപദുരാരാധ്യം വിഷ്ണോസ്തത് പരമം പദം. സർവഭൂതാത്മഭാവേന ഭൂതാവാസം ഹരിം ഭവാൻ ആരാധ്യാപദുരാരാധ്യം വിഷ്ണോസ്തത് പരമം പദം. സത്വം ഹരേരധ്യാതസ്തത്പുംസാമഭിസമ്മതാം കഥം ത്വവദ്യം കൃതവാൻ അനുശിക്ഷൻ സതാം വ്രതം. സത്വം, അങ്ങനെയുള്ള നീയെ, ഹരേഹി അനുധ്യാതഃ, ഹരിയെ അനുധ്യാനിച്ചുകൊണ്ട്, തത് പുംസാമപി സമ്മതഃ, ഏതു പുരുഷന്മാർക്കും സമ്മതമായിരിക്കുന്ന, ഹരിഭക്തന്മാർക്കും ഏതു പുരുഷന്മാർക്കും സമ്മതമായിരിക്കുന്ന നീ. ഹരേഹി അനുധ്യാതഃ തത് പുരുഷാമപി സമ്മതഃ ത്വം. ഹരിയെ നിരന്തരമായും ധ്യാനിക്കുന്നവരും അതിന് പാത്രീഭവിച്ചിരിക്കുന്ന പുരുഷന്മാരാലും നീ ആരാധിക്കപ്പെടുന്നവരാണ്. അങ്ങനെയുള്ള നീയെ കഥം ത്വം, അങ്ങനെയുള്ള നീ എങ്ങനെയാണ് അവദ്യം കൃതവാൻ, ഈ അവദ്യത്തെ ചെയ്യുന്നത് എങ്ങനെയാണ്? അവദ്യം ദോഷം ചെയ്തുകൂടാത്തത്.
കഥം തു അവദ്യം കഥം ത്വവദ്യം കൃതവാൻ ചെയ്യുന്നു അനുശിക്ഷൻ ഫതം വ്രതം. സജ്ജനങ്ങളുടെ വ്രതത്തെ പിന്തുടരുന്ന നിനക്ക് എങ്ങനെ ഇങ്ങനെ ദുഷ്കർമ്മം ചെയ്യാൻ പറ്റും? സത്വം ഹരേരനുധ്യാതസ്തത്പുംസാമപി സമ്മത കഥം ത്വവദ്യം കൃതവാൻ അനുശിക്ഷൻ ഫതം വ്രതം. ഹരേഃ അനുധ്യാതഃ തത്പുംസാമപി സമ്മതഃ സഹത്വം ഫതം വ്രതം അനുശിക്ഷൻ അവദ്യം കഥം തു കൃതവാൻ. സത്വം ഹരേരനുധ്യാതസ്തത്പുംസാമപി സമ്മത കഥം ത്വവദ്യം കൃതവാൻ അനുശിക്ഷൻ ഫതം വ്രതം. സത്വം ഹരേരനുധ്യാതസ്തത്പുംസാമപി സമ്മത കഥം ത്വവദ്യം കൃതവാൻ അനുശിക്ഷൻ ഫതം വ്രതം. തിതിക്ഷയാ കരുണയാ മൈത്ര്യാ ചാഖില ജന്തുഷു സമത്വേന ച സർവാത്മാ ഭഗവാൻ സംപ്രസീദതി. തിതിക്ഷ കൊണ്ട്, ക്ഷമ കൊണ്ട്, കരുണ കൊണ്ട്, മൈത്രിയ മിത്രഭാവം കൊണ്ട്, അഖില ജന്തുഷു എല്ലാ ജന്തുക്കളിലും സമത്വേന സമമായി കണ്ടാൽ മാത്രമേ സർവാത്മാ ഭഗവാൻ സംപ്രസീദതി, പരമാത്മാവായ ആ ഭഗവാൻ പ്രസാദിക്കും. അതുകൊണ്ട് ആദ്യം വേണ്ടത് മഹാത്മാക്കളോട് ക്ഷമ കാണിക്കണം, തന്നെക്കാൾ താണവരോട് കാരുണ്യം കാണിക്കണം, തന്നോട് തുല്യരായവരോട് മിത്രഭാവം. ക്ഷമ, കരുണ, മൈത്രി. ക്ഷമ, തന്നെക്കാൾ വലിയ മഹാത്മാക്കൾ, മാതാപിതാക്കൾ, ഗുരുക്കന്മാർ, വലിയ മഹാത്മാക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ക്ഷമിക്കണം. തന്നെക്കാൾ താണ ആൾക്കാരോട് കാരുണ്യം കാണിക്കണം, തന്നെ പോലുള്ളവരോട് മൈത്രി കാണിക്കണം. എന്നിങ്ങനെ എല്ലാ ജന്തുക്കളിലും സമത്വേന സമമായി കണ്ടാൽ സർവാത്മാ ഭഗവാൻ സംപ്രസീദതി, അവിടെ ഭഗവാൻ പ്രസാദിക്കുള്ളൂ. അതുകൊണ്ട് ഹേ ധ്രുവ, ഈ നിൽക്കുന്ന യക്ഷന്മാരുടെയൊക്കെ ജീവനും നിന്റെ ജീവനും ഒരുപോലെ തന്നെയാണ് എന്ന് കാണും. തിതിക്ഷയാ കരുണയാം മൈത്ര്യാ ചാഖില ജന്തുഷു സമത്വേന ച സർവാത്മാ ഭഗവാൻ സംപ്രസീദതി. തിതിക്ഷയാ കരുണയാ മൈത്ര്യാ അഖില ജന്തുഷു സമത്വേന ച സർവാത്മാ ഭഗവാൻ സംപ്രസീദതി. തിതിക്ഷയാ കരുണയാ മൈത്ര്യാ ചാഖില ജന്തുഷു സമത്വേന ച സർവാത്മാ ഭഗവാൻ സംപ്രസീദതി. തിതിക്ഷയാ കരുണയാ മൈത്ര്യാ ചാഖില ജന്തുഷു സമത്വേന ച സർവാത്മാ ഭഗവാൻ സംപ്രസീദതി. സംപ്രസന്നേ ഭഗവതി പുരുഷ പ്രാകൃതേ ഗുണൈ വിമുക്തോ ജീവനിർമുക്തോ ബ്രഹ്മനിർവാണമോക്ഷതി. സംപ്രസന്നേ ഭഗവതി, ഭഗവാൻ പ്രസന്നനായാൽ, പുരുഷ പ്രാകൃതേ ഗുണൈ, പ്രാകൃത ഗുണങ്ങളാൽ പുരുഷൻ വിമുക്ത മുക്തനാകും, ജീവനിർമുക്തനായി ബ്രഹ്മനിർവാണം ഉച്ഛതി പ്രാപിക്കുന്നു. ഭഗവാൻ പ്രസാദിച്ചാൽ, സർവൈശ്വര്യ സമ്പൂർണമായ ഭഗവാൻ പ്രസാദിച്ചാൽ സത്വരജസ് തമസ് എന്ന പ്രകൃതിയുടെ 3 ഗുണങ്ങളാകുന്ന ബന്ധനത്തിൽ നിന്ന് വേർപെടും. പ്രാകൃതൈഹ ഗുണൈഹി വിമുക്ത. എന്താണ് പ്രാകൃത ഗുണങ്ങൾ? സത്വരജസ് തമസ്. അവയിൽ നിന്ന് വിമുക്തനായിട്ട് ജീവൻ നിർമുക്ത, ജീവൻ നിർമുക്തനായിട്ട് ബ്രഹ്മനിർവാണത്തെ ഉച്ഛതി പ്രാപിക്കുന്നു. സംപ്രസന്നേ ഭഗവതി പുരുഷ പ്രാകൃതേ ഗുണേർ വിമുക്തോ ജീവനിർമുക്തോ ബ്രഹ്മനിർവാണമോക്ഷതി. ഭഗവതി സംപ്രസന്നേ സതി പ്രാകൃതൈ ഗുണൈ വിമുക്ത ജീവനിർമുക്ത പുരുഷ നിർവാണം ബ്രഹ്മ മോക്ഷതി. സംപ്രസന്നേ ഭഗവതി പുരുഷ പ്രാകൃതേ ഗുണൈ വിമുക്തോ ജീവനിർമുക്തോ ബ്രഹ്മനിർവാണമോക്ഷതി. സംപ്രസന്നേ ഭഗവതി പുരുഷ പ്രാകൃതേ ഗുണൈ വിമുക്തോ ജീവനിർമുക്തോ ബ്രഹ്മനിർവാണമോക്ഷതി. ഭൂതൈ പഞ്ചഭിരാരബ്ധൈ യോഷിത് പുരുഷേവ ഹി തയോവ്യവായാത് സംഭൂതിര്യോഷിത് പുരയോരിഹ യോഷിത് പുരുഷയോരിഹ.
ഭൂതൈഹി പഞ്ചഭിഹി പഞ്ചഭൂതങ്ങളാൽ ആരബ്ധൈഹി ആരംഭിക്കപ്പെട്ടാൽ തന്നെ ഭൂതൈഹി പഞ്ചഭിഹി ആരബ്ധൈ ഭൂതൈ പഞ്ചഭിരാരബ്ധേർ യോഷിത് പുരുഷേവഹി സ്ത്രീയെ പുരുഷൻ തന്നെയാണ്. സ്ത്രീയുടെ ശരീരവും പഞ്ചഭൂതം കൊണ്ടാണ് ഉണ്ടാക്കിയത്. പുരുഷന്റെ ശരീരവും അങ്ങനെയാണ്. അതുകൊണ്ട് സഹോദരനെ കൊന്നു എന്നുള്ളൊരു കാരണം കൊണ്ട് യക്ഷന്മാരോട് ഉള്ള പക വിദ്വേഷം ഉണ്ട് എന്ന് പറഞ്ഞത് ഇനിമേൽ ആത്മാവിന് സഹോദരപുത്രാദികളോടുള്ള ബന്ധമോ നിഗ്രഹകർത്തൃത്വമോ ഇല്ല എന്നുറപ്പിക്കുകയാണ്. പൃഥ്വിയാദി പഞ്ചഭൂതങ്ങളുടെ പരിണാമത്തിൽ നിന്നാണ് സ്ത്രീയും പുരുഷനും ഉണ്ടായത്. ഒരു കുറവുമില്ല, രണ്ടുപേർക്കും. സ്ത്രീകൾക്ക് പഞ്ചഭൂതങ്ങൾ 4 ഉള്ളൂ എന്നില്ല, 5 ഉണ്ട്. ഭൂതൈ പഞ്ചഭിരാരബ്ധേർയോഷിത് പുരുഷേ വഹി തമ്മിൽ വ്യത്യാസം. തയോർ വ്യവായ അവരുടെ സംഗമം കൊണ്ട് സംഭൂതി സൃഷ്ടി യോഷിത് പുരുഷയോരിവ സ്ത്രീ പുരുഷന്മാർ ചേർന്ന് ധാരാളം സൃഷ്ടി ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകും. ഭൂതൈ പഞ്ചഭിരാരബ്ധേർയോഷിത് പുരുഷേ വഹി തയോർ വ്യവായാത് സംഭൂതിര്യോഷിത് പുരുഷയോരിഹ പഞ്ചഭി ഭൂതൈഃ ആരബ്ധൈഃ യോഷിത് പുരുഷേവ തയോഃ വ്യവായാത് ഇഹ യോഷിത് പുരുഷയോഃ സംഭൂതിഃ ഹി ഭൂതൈ പഞ്ചഭിരാരബ്ധൈർയോഷിത് പുരുഷേവ ഹി തയോർവ്യവായാത് സംഭൂതിര്യോഷിത് പുരുഷയോരിഹ ഭൂതൈ പഞ്ചഭിരാരബ്ധൈർയോഷിത് പുരുഷേവ ഹി തയോർവ്യവായാത് സംഭൂതിര്യോഷിത് പുരുഷയോരിഹ ഭൂതൈഃ പഞ്ചഭിഃ ആരബ്ധൈഃ യോഷിത് കൂടി ചേരുമ്പോൾ ആരബ്ധൈര്യോഷിത് എന്നാകുന്ന പുരുഷേവ ഹി തയോഃ വ്യവായാത് തയോർവ്യവായാത് സംഭൂതി യോഷിത് സംഭൂതിർ യോഷിത് പുരുഷയോഃ ഭൂതൈ പഞ്ചഭിരാരബ്ധൈ യോഷിത് പുരുഷേവ ഹി തയോർവ്യവായാത് സംഭൂതിര്യോഷിത് പുരുഷയോരിഹ പഞ്ചഭി ഭൂതൈഃ ആരബ്ധൈഃ യോഷിത് പുരുഷേവ തയോഃ വ്യവായാത് ഇഹ യോഷിത് പുരുഷയോ സംഭൂതി ഹി ഭൂതൈ പഞ്ചഭിരാരബ്ധൈർ യോഷിത് പുരുഷേവ ഹി തയോർവ്യവായാത് സംഭൂതിര്യോഷിത് പുരുഷയോരിഹ ഭൂതൈ പഞ്ചഭിരാരബ്ധൈർയോഷിത് പുരുഷേവ ഹി തയോർവ്യവായാത് സംഭൂതിര്യോഷിത് പുരുഷയോരിഹ എന്നിങ്ങനെ ആധ്യാത്മികമായ വേദാന്ത ഭാവത്തെ നന്നായി ഉപന്യസിച്ചുകൊണ്ടാണ് ഈ മനു കൊച്ചുമകനായ ധ്രുവനെ ഉപദേശിക്കുന്നത്. ആ ഉപദേശം ഏതാണ്ട് ഈ അധ്യായത്തിന് അവസാനം വരെയുണ്ട്. നമ്മുടെ സമയം ഏതാണ്ടായിരിക്കുകയാണ്. നമുക്കിന്ന് ഉപസംഹരിക്കാം. 16-ാമത്തെ ശ്ലോകം മുതൽ അടുത്ത ദിവസമാവാം. സംശയം എന്തെങ്കിലും നമുക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ശാന്തി പാഠത്തോടെ ഉപസംഹരിക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.